ചാലക്കുടി പോട്ട ബാങ്കിലെ കവർച്ച ആസൂത്രിതമെന്ന് പ്രതി റിജോ ആന്റണിയുടെ മൊഴി. പ്രതിയെ ബാങ്കിലും വീട്ടിലും എത്തിച്ച പോലീസ് ഇന്ന് രാവിലെ തെളിവെടുത്തു. 3 മിനിറ്റ് കൊണ്ട് കവർച്ച നടത്തിയത് എങ്ങനെയെന്ന് പ്രതി വിശദീകരിച്ചു. വീട്ടിൽ നിന്ന് 12 ലക്ഷം രൂപ കണ്ടെടുത്തു. 2ാം ശ്രമത്തിലാണ് കവർച്ച വിജയിച്ചതെന്നാണ് മൊഴി. പ്രതി റിജോ ആന്റണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ജെയ്സൺ ചാമോളപ്പിൽ. എപ്പോഴായിരിക്കും പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക? സുജിയെ അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം പരിശോധന പൂർത്തിയാക്കിയ ശേഷം അല്പം കൂടിയും പേപ്പർ വർക്ക് പൂർത്തിയായതിനു ശേഷമായിരിക്കും ഏകദേശം 5-5:15 ചാലക്കുടി കോടതിയിൽ ഹാജരാക്കുക. 11 മണിയോടുകൂടി തന്നെ തെളിവെടുപ്പ് ആരംഭിച്ചിരുന്നു. ആദ്യം നേരത്തെ നാം വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ കടം വാങ്ങി തിരിച്ചു കൊടുത്ത ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആ പണം പോലീസ് തിരിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ആ പണം സീസ് ചെയ്തു. അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ബാങ്കിലെത്തി ഏകദേശം 10 മിനിറ്റോളം നീണ്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി. തുടർന്ന് സ്റ്റേഷനിലേക്ക് പോയി. ഇനി പുലർച്ചെ തന്നെ ഇയാളുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. അപ്പോഴാണ് 12 ലക്ഷം രൂപ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. ഇതോടുകൂടി 10,000 രൂപ ഒഴിച്ച് 15 ലക്ഷത്തിൽ ബാക്കി എല്ലാ തുകയും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു ആശ്വാസമാണ്. ഇനി പണം തപ്പി പോലീസിന് ഇനി പോകേണ്ട കാര്യമില്ല. ഇനി ഇയാളെ അല്പം കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇന്നോ നാളെയാണ് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യത. അത് കസ്റ്റഡിയിലെടുത്ത് 1-2 ദിവസത്തിന് ശേഷം തന്നെ വീണ്ടും ജയിലിലേക്ക് കഴിയാവുന്ന സ്ഥിതിയായിരിക്കും പ്രധാനമായും ഉണ്ടാകുക. അത്ര വലിയ സാങ്കേതികത്വമൊന്നും ഈ കേസിലില്ല. വളരെ എളുപ്പത്തിലെത്തി 15 ലക്ഷം എടുത്തു കൊണ്ടുപോയി 3 ദിവസം വീട്ടിൽ മനസ്സമാനത്തോടെ ഇരുന്നു. 3ാമത്തെ ദിവസം അവസാനം അയാളെ പോലീസ് പൊക്കി. ഇതാണ് ശരി. ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.